ആലോചിക്കണേ, ഇങ്ങനത്തെ ഒരു വീഡിയോ എടുത്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ വീട്ടിൽ 2 ക്യാമറ ഉണ്ട്. അപ്പോൾ ഒന്ന് അണ്ണന് വേണമെങ്കിൽ ഒരു വീഡിയോ ഒക്കെ എടുക്കാം, വേറെ ഒന്ന് എനിക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ ഫോട്ടോയും ഇങ്ങനത്തെ വീഡിയോസൊക്കെ എടുക്കാമെന്ന് കരുതിയിട്ട് ഞാൻ കാലത്ത് തന്നെ ക്യാമറ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ അണ്ണ എന്തായാലും പറഞ്ഞിട്ടുണ്ടായിരിക്കും വീഡിയോയിലൊക്കെ ഞാൻ കാലത്ത് തന്നെ എനിക്ക് ഒരേ സ്ഥലത്തേക്ക് വണ്ടി എടുത്ത് പോകും, പിന്നെ രാത്രിയാണ് വരാമെന്നൊക്കെ. അതേ ഞാൻ കാലത്ത് തന്നെ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് നേരെ നമ്മളൊരു മീറ്റപ്പ് ഒക്കെ വെക്കുമ്പോൾ ഒരു കുളത്തിൻ്റെ സൈഡിൽ പോയി ഇങ്ങനെ നിൽക്കും. അപ്പോൾ അവിടേക്കാണ് ഞാൻ കാലത്ത് തന്നെ എനിക്ക് പോവാം. അവിടെ പോയിട്ട് ബാക്കി കുറേ സ്ഥലത്തൊക്കെ ഞാൻ പോകലുണ്ട്. എന്തായാലും ഞാൻ ഈ വീഡിയോയിലല്ല ഞാൻ കാണിക്കാൻ പറ്റാവുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടുന്ന് വേഗം തന്നെ അവിടെ കുളത്തിൻ്റെ അടുക്ക് പോവാം. ഞാൻ കുറേ ദിവസമായി ഇങ്ങനെ ആലോചിക്കണം വീഡിയോ എടുത്തിടണം. അപ്പോൾ ഞാൻ ക്യാമറ ഒക്കെ എടുത്തുകൊണ്ട് പോയിട്ട് എപ്പോഴൊക്കെ ഞാൻ ശ്രമിക്കും വീഡിയോ ഇടാൻ. പക്ഷെ എനിക്ക് ഈ ഒരു ഇത് കിട്ടാനില്ല. ഇടയ്ക്കിട്ട് ക്യാമറയുടെ ചാർജ് ചെയ്യും, ഇടയ്ക്കിട്ട് മഴയൊക്കെ പെയ്യും. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ ദിവസമായി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത്. കുറേ വീഡിയോസിനെ എടുക്കും, പിന്നെ അത് ശരിയാവാണ്ട് ഡിലീറ്റ് ആക്കുകയൊക്കെ ചെയ്യും. എന്തായാലും ഇന്നാണ് എനിക്ക് ഒന്ന് മര്യാദക്ക് വീഡിയോ എടുക്കാൻ പറ്റിയത്. എന്തായാലും എനിക്ക് ഞാൻ എല്ലാ ദിവസവും ഇങ്ങോട്ട് വരുമ്പോഴും എനിക്ക് വഴി തെറ്റും, എന്താണെന്ന് അറിയില്ല. ഞാൻ ഇവിടെ എത്തുമ്പോൾ ആകെ കൺഫ്യൂഷൻ ആവും. കാരണം ഇവിടേക്ക് പരന്നിങ്ങനെ കിടക്കല്ലേ, വല്ലാണ്ട് ഈ ഒരു മാർക്ക് പോയിന്റും വരുന്നില്ലേ ഇതിൽ. അപ്പോൾ മാർക്ക് പോയിന്റ് തന്നെയാണോ അതിനെ പറയാ, എന്താ എനിക്ക് കിട്ടാനില്ല. ഇങ്ങനെ കിടക്കല്ലേ, ഇങ്ങനെ വിശാലായ ഒരു സ്ഥലം ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് എങ്ങോട്ടാ പോകേണ്ടതെന്ന് പറയാൻ പറ്റാതാ. ഇവിടെ ഒരു കുളമുണ്ട്, ഇവിടൊക്കെ അല്ല നമ്മൾ പോകണം, വേറൊരു സ്ഥലമുണ്ട്. അപ്പം അങ്ങോട്ടാണ് പോകേണ്ടത്. എനിക്ക് എപ്പോഴും കൺഫ്യൂഷൻ ആവും. ഞാൻ എപ്പോഴും എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ വന്നിട്ട് ഇങ്ങനെ വളച്ച് തിരിച്ച് ഇങ്ങനെ പോകും. ഇവിടെ ഇങ്ങോട്ടല്ല, അപ്പം നേരെ വണ്ടി തിരിക്കുക, ഇങ്ങോട്ടല്ല പോകേണ്ടിയിരുന്നത്. വണ്ടി തിരിച്ചിടാം. അണ്ണൻ തന്ന വണ്ടി ആയതുകൊണ്ട് പിന്നെ രക്ഷയില്ലാത്ത വർക്കൊക്കെ ചെയ്തിട്ടാണ് എനിക്ക് തന്നത്. അത്യാവശ്യം നല്ല രീതിക്കുള്ള സ്പീഡ് ഉണ്ട്, ടർബോയും എല്ലാം ഉണ്ട് ഈ വണ്ടിയിൽ. DRL ഒക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ വണ്ടി എന്ന് പറയുന്നത് ഈ നമ്മുടെ കാറ് എന്തായാലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് പകരം അണ്ണൻ തന്ന ഈ ഒരു BMW അത് എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് ഈ വണ്ടി ഇഷ്ടമായെന്നുള്ള കാര്യം എന്തായാലും കമൻറ്റിൽ പറയാം. അപ്പോൾ ഞാൻ കുറേ നേരമായി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞളിക്കണം, എന്നിട്ട് എവിടെയാണെന്നാവോ ഞാൻ എപ്പോഴും മറക്കും. വ്യാപാരം കണ്ടില്ലേ, അവിടെ തന്നെയാണ്. നമുക്ക് എന്തായാലും വണ്ടി ഈ സൈഡിൽ കൂടെ എടുക്കാം, നമുക്ക് അപ്പുറത്തെ സൈഡിൽ പോയിക്കാം, എന്നാലേ വണ്ടി അങ്ങോട്ട് കയറ്റാൻ പറ്റുള്ളൂ. എന്നാൽ ഈ പ്രാവശ്യം കയറ്റണ്ട. ഞാൻ എത്ര ദിവസം ഈ വണ്ടി പാലത്ത് നമുക്ക് കയറ്റിലാണ് പതിവ്. നമ്മൾ കയറ്റുമ്പോൾ നമുക്ക് ഇങ്ങനെ ഡോർ ഇറക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു സീൻ വരും. ഇപ്പം നമുക്ക് എന്തായാലും ആ സീൻ അങ്ങോട്ട് വരുത്തണ്ട, എന്തായാലും വീഡിയോ എടുത്തോണ്ടിരിക്കല്ലേ, വെറുതെ എന്തിനാ കുളത്തിൽ ചാടി ഈ ഡ്രസ്സൊക്കെ നനയ്ക്കണം. ഓക്കെ, എന്തായാലും ഞാൻ ഇവിടെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് എത്തുമ്പോഴേക്കും നമ്മുടെ വണ്ടിയിൽ ഫുള്ള് ചെളിയാവും. അതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ ഇന്ന് അതിന് കുഴപ്പമില്ലാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ഇങ്ങനെ വീഡിയോ എടുത്തത്. ഞാൻ ഇവിടെ നിന്ന് കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത്ര ദിവസം ഞാൻ ഈ പാലത്തിൻ്റെ മുകളിൽ കയറ്റാനുള്ളൊരു ഇതിലായിരുന്നു, വണ്ടി കയറുന്നില്ലായിരുന്നു. കയറുമായിരുന്നു, പക്ഷേ ജസ്റ്റ് ഇങ്ങനെ മുട്ടലോരയിലൊക്കെ വരും. പിന്നെ പെയിൻ്റ് ഒക്കെ പോകണമാണ്. പിന്നെ ഞാൻ അണ്ണൻ തന്ന വണ്ടി ആയതുകൊണ്ട് പിന്നെ ഒന്നും ചെയ്തില്ല. അങ്ങനെ കുറേ ശ്രമിച്ചിട്ട് ഇന്നലെ എനിക്ക് പറ്റി. ഇന്നലെ പറ്റിയപ്പോൾ വീഡിയോ ക്യാമറയ്ക്ക് ചാർജ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഓഫായിപ്പോയി. പിന്നെ ഞാൻ വീട്ടിൽ പോയിട്ട് പിന്നെ ചാർജ് ചെയ്ത് രാത്രി, അത് കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ എടുക്കണം. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഇവിടെ നിന്ന് നേരെ വണ്ടി എടുത്തിട്ട് അടുത്ത സ്ഥലത്ത് വിടാം. അടുത്ത വേറെ ഇങ്ങോട്ടല്ല ഗൈസ്, നമ്മുടെ സ്വന്തം ട്രോപ്പിക്കിലേക്കാണ്. ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ ഇവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നേരെ ട്രോപ്പിക്കിലേക്ക് വിടും, വേറെ ഒന്നിനല്ല. നമ്മൾ ട്രോപ്പിക്കിൽ പോയിട്ട് അവിടുത്തെ സ്ഥലങ്ങളെല്ലാം എക്സ്പ്ലോർ ചെയ്യും. എന്നിട്ട് അണ്ണൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ
പറയും. ഇപ്പോഴല്ല, അവസാനം എല്ലാ സ്ഥലവും എക്സ്പ്ലോർ ചെയ്ത് എല്ലാ സ്ഥലവും ഞാൻ പഠിച്ചതിന് ശേഷം പോയി പറയാം. എന്നിട്ട് ഞങ്ങൾ ഈ സ്ഥലം ഫുൾ എക്സ്പ്ലോർ ചെയ്ത് അണ്ണൻ ഇതുവരെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്നാ തോന്നുന്നത്. ഞാൻ ഉള്ളപ്പോൾ എന്തായാലും എക്സ്പ്ലോർ ആക്കിയിട്ടില്ല. എന്തായാലും ഞാൻ ഒറ്റയ്ക്കിനൊക്കെ പോയിട്ട് എല്ലാതും കണ്ടിട്ട് നേരെ ഇവിടുന്ന് നേരെ ട്രോപ്പിക്കേക്ക് പോകണം. പക്ഷെ ഇപ്പം നമ്മൾ വേറൊരു സ്ഥലം വരെയാണ് പോണത്. ട്രോപ്പിക്കിലേക്ക് പോണത് എപ്പോഴാന്ന് വെച്ചാൽ ഈ വണ്ടി ഒന്ന് വാഷ് ചെയ്യണം. ഇപ്പം വണ്ടി വാഷ് ചെയ്തതിന് ശേഷമായിരിക്കണം നമ്മൾ ട്രോപ്പിക്കിലേക്ക് പോകാൻ. അല്ലെങ്കിൽ ഫുള്ള് ഒരു ചെളിയും ഞാനിലൊക്കെ പിടിച്ചിങ്ങനെ പോയാൽ എങ്ങനെയാണ്? അത് ശരിയാവില്ലല്ലോ. അപ്പോൾ വണ്ടി കഴുകണം. ഇവിടെ കണ്ടും കാർ വാഷിൻ്റെ സ്ഥലം. ഇവിടെ നിന്ന് വണ്ടി കഴുകിയിട്ട് നമുക്ക് സ്റ്റാർബക്സ് വരെ ഒന്ന് പോയാലോ എന്നാണ് ഇപ്പോൾ ആലോചിക്കേണ്ടത്. ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ പൈസ അണ്ണൻ തന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെ പൈസ ഉണ്ടായിരുന്നു. പിന്നെ ഓരോരുത്തർ ഇങ്ങനെ മൾട്ടിപ്ലെയറിലൊക്കെ കയറുമ്പോൾ ഓരോരുത്തർ ചോദിക്കുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ കൊടുത്ത് ഇപ്പം എൻ്റെ കയ്യിൽ പൈസ കാണുന്നില്ല. ആകെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ ഒരു വണ്ടി മാത്രമേ ഉള്ളൂ. എന്നാലും എനിക്കൊരു കമ്പാക്ക് ഉണ്ടാവും. ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ എഫോർട്ട് എടുത്ത് വർക്കും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം അത്യാവശ്യം നല്ലോണം പൈസ ഉണ്ടാക്കി തുടങ്ങുന്നുണ്ട്. എന്തായാലും അണ്ണനെ തന്നെ കുറെ സഹായിക്കുന്നുണ്ട്. എന്തായാലും നോക്കി ഇവിടുന്ന് നേരെ സ്റ്റാർബക്സിലേക്ക് വിടാം. എൻ്റെ ഇപ്പോൾ പൈസ അയച്ച് തന്നിട്ടുണ്ട്. ഞാൻ ചിലപ്പോൾ മാത്രം കുടിക്കുള്ളൂ. കാരണം എപ്പോഴും ഈ സ്റ്റാർബക്സ് കുടിക്കണ കോഫി കുടിക്കണ ശീലമില്ല. പിന്നെ ഇടയ്ക്കിട്ട് വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ വല്ലപ്പോഴും. എന്തായാലും നമുക്ക് ഇനി ഇവിടുന്ന് നേരെ അങ്ങോട്ട് വിടാം. ഇതാണ് എൻ്റെ ഒരു കാർ സെല്ലിൻ്റെ ഷോപ്പ്, കാർ മാർക്കറ്റ്. ഇവിടെ കുറേ മീറ്റപ്പും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ ഡിലീറ്റ് ആയിപ്പോയി. അതെന്താണെന്ന് അറിയില്ല. ഇതെന്തായാലും ഞാൻ ഇടയ്ക്കിട്ട് ഇവിടെ വന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകും. കാരണം ഞാൻ എന്തായാലും കാറൊക്കെ വാഷ് ചെയ്തതിന് ശേഷം ഇവിടെ വന്നിട്ട് നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ടായിരിക്കും പോകാൻ. ഞാൻ ഇന്നിപ്പോൾ എടുക്കാനില്ല. കാരണം ഇവിടെ വെച്ചിട്ടുള്ള കുറേ ഫോട്ടോസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതിന് മുമ്പൊക്കെ വരുമ്പോൾ എടുത്തിട്ടുണ്ട്. എന്തായാലും ഓക്കെ, ഇവിടുന്ന് നേരെ ഇനി അടുത്ത സ്ഥലത്തേക്ക് വിടാം. അടുത്ത സ്ഥലം ട്രോപ്പിക്കായിരിക്കും. ഇപ്പോൾ ഇവിടെ ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കുന്ന കാര്യമൊക്കെ ഞങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി, അതൊക്കെ സ്ഥലം എന്നൊക്കെ കാണിച്ചു തരാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത്. നേരെ ട്രോപ്പിക്കിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചപ്പോഴാണ് ഈ കാര്യം എടുത്തപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നു. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് നേരെ ട്രോപ്പിക്കേക്ക് പോകാം. വേറെ സ്ഥലത്തൊന്നും ഞാൻ കയറൂല. ഇന്നിപ്പോൾ കമ്പനിക്ക് ലീവായതുകൊണ്ടാണ് ഞാൻ ഇന്നൊന്നും കമ്പനിക്ക് പോവാത്തത്. ഞാനിതാ ഇവിടെ വെച്ചിട്ടല്ല, ഇവിടെ അല്ല, ചുമ വന്ന് എന്നാണോ തള്ളിയിട്ടാണോ ഉണ്ട്, കുറേ തള്ളണ്ടായിരുന്നു. ഞാൻ ഇവിടെ വെച്ചിട്ട് ഡ്രിഫ്റ്റൊക്കെ അടിക്കലുണ്ട് കേട്ടോ. ഞാൻ ഡ്രിഫ്റ്റുകാരനാണ്. അതായത് ഇന്നിപ്പോൾ ഡ്രിഫ്റ്റ് കാണിക്കാനുള്ള വെറുതെ വണ്ടി വാശാക്കും. അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഡ്രിഫ്റ്റ് ആയില്ലെങ്കിൽ വലിയ നാണിക്കേടാവും. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം തന്നെ ട്രോപ്പിക്കിലേക്ക് പോവാം. ഞാൻ കുറച്ച് സ്ഥലമൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. എനിക്ക് ട്രോപ്പിക്കിൽ ചെന്നിട്ട് ഒരു പ്രശ്നമുണ്ട്. ഞാൻ പോയ വഴി തന്നെ തിരിച്ചിങ്ങനെ വന്ന് കറങ്ങി തിരിഞ്ഞ് ആ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തും. അങ്ങനത്തെ ഒരു സീനുണ്ട് എനിക്ക്. അതൊക്കെ നമുക്ക് എന്തായാലും മാറ്റണം. കാരണം ഞാൻ ഈ ട്രോപ്പിക്കിൽ എല്ലാ സ്ഥലവും ഞാൻ കാണാപ്പാടാക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ കൊണ്ട് ഒരു ട്രിപ്പ് അങ്ങോട്ട് പോകും. ഓരോ സ്ഥലമൊക്കെ പറഞ്ഞു കൊടുക്കാം, ഏതൊക്കെ വഴി പോയാൽ ഏതൊക്കെ വഴി കിടക്കുന്നു. എന്തായാലും നമ്മൾ ഇവിടെ ട്രോപ്പിക്കിലേക്ക് അങ്ങനെയല്ല പറയാനും കിട്ടണില്ല. ട്രോപ്പിക്കിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് ഇങ്ങനെ നടക്കും. എന്നിട്ട് ചിലപ്പോൾ ഈ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തും. അതാണ് എൻ്റെ ഒരു മെയിൻ പരിപാടി എന്ന് പറയുന്നത്. എന്തായാലും വേഗം പോട്ടെ. ഈ വണ്ടിയെങ്കിൽ അത്യാവശ്യം നല്ല സ്പീഡായതുകൊണ്ട് ഇടയ്ക്കിട്ട് ഡ്രിഫ്റ്റ് ആയി പോകും. ബ്രേക്കൊക്കെ പിടിക്കുമ്പോൾ എന്തൊരു ഡ്രിഫ്റ്റ് ആയാ. ഇവിടെ എന്താ റോഡ് ക്ലോസ്, അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഡ്രോണൊക്കെ എടുത്ത ഒരു ദിവസം നോക്കണം. ഇപ്പം തന്നെ നേരില്ല, ഞാൻ പോകണം. ഞാൻ പോയിട്ട് സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യണം. പോണ വഴിക്ക് ചിലപ്പോൾ വെള്ളച്ചാട്ടം കാണാൻ പറ്റും. അവിടെ വേണമെങ്കിൽ ഞാൻ ഫോട്ടോസൊക്കെ എടുത്തിട്ട് വേണം പോവാൻ. ഓക്കെ, എന്തായാലും നമുക്ക് ഇവിടെ വേഗം തന്നെ പോവാം. ഈ സ്ഥലമൊക്കെ ഞാൻ കണ്ടതാണുണ്ട്.
ദിവസം അണ്ണനോട് പറഞ്ഞിട്ട് അണ്ണൻ്റെ ഒരു ഓഫ് റോഡ് കാർ എടുത്തിട്ട് എനിക്ക് ഇങ്ങോട്ടൊക്കെ വന്നിട്ട് നമ്മുടെ ഈ ഓഫ് റോഡ് മണ്ണിക്കൊക്കെ കയറ്റി ഓഫ് റോഡ് സ്ഥലങ്ങൾക്കും കല്ലുമ്മക്കൊക്കെ കയറ്റിയിട്ട് എനിക്ക് ദിവസം പോകണം. എന്തായാലും അണ്ണൻ്റെ അടുത്ത് ചോദിച്ചാൽ കിട്ടേ ചിലപ്പോൾ തരുള്ളൂ. എന്നാലും തരുന്ന തോന്നണം, തരേണ്ടതാണ്. കാരണം ഞങ്ങൾ തമ്മിലുള്ള ഒരു ഇത് വെച്ചിട്ട് എന്തായാലും തരുന്നതാണ്. ഈ സ്ഥലത്തേക്കല്ലേ ഇവിടെ നിന്നല്ലേ അവൻ്റെ എടുത്ത് പോയത് ഇപ്പം തന്നെ അല്ലേ? ഞാൻ പറഞ്ഞില്ലേ കറങ്ങിത്തിരിഞ്ഞ് അതേ സ്ഥലത്ത് തന്നെ എത്തും. എനിക്കതൊരു പതിവാണ്. ഇത്ര ദിവസം അതെന്നായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത്. നമുക്കെന്തായാലും ഈ കടലിൻ്റെ അടുക്കുക ഇങ്ങോട്ട് വണ്ടി ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ട് ഇവിടുന്ന് രണ്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വേണം പോവാൻ. എന്തായാലും ഇപ്പം ഞാൻ ഫോട്ടോ എടുക്കാനില്ല, കാരണം എൻ്റെ യാത്രത്തിൽ കൂടുതൽ ഫോട്ടോസ് ഉണ്ട്. കാരണം എല്ലാ ദിവസവും എന്നോട് ഞാൻ എപ്പോഴും ഇവിടെ തന്നെ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കും. ഇത്ര കിടിലം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഞാൻ എല്ലാ ദിവസവും പോവല്. നമുക്ക് എന്തായാലും ഇവിടെ ഒന്ന് കാലണിച്ചിട്ട് വേഗം തന്നെ അടുത്ത സ്ഥലത്തേക്ക് പോവാം. അത് നമുക്കൊരു വെള്ളച്ചാട്ടത്തേക്ക് പോവാം. അതാണ് വെള്ളച്ചാട്ടത്തേക്ക് പോവാം. ഓക്കെ, എന്നാലും നേരെ വെള്ളച്ചാട്ടത്തേക്ക് വിടാം. ഓക്കെ, നമുക്ക് എന്തായാലും ഇനി ഇവിടെ നിന്ന് ട്രോപ്പിക്കിലേക്ക് പോവാം. എന്താ വണ്ടി പോകത്ത്? ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടാണ് യാത്രകാരൻ പോയിക്കൊണ്ടിരുന്നത്. നമുക്ക് ഇതിൻ്റെ അകത്ത് കൂടെ ഒക്കെ എടുക്കാം. ഓക്കെ, നമുക്കിനി എന്തായാലും ഇവിടെ നിന്ന് നേരെ വെള്ളച്ചാട്ടം കാണാൻ പോവാം. ഞാൻ എല്ലാ ദിവസം പോവാനാണ്, പിന്നെ നിങ്ങളെ കൂടി കാണിക്കണമല്ലോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നല്ലൊരു ഇത്. ഏത് മറ്റേ പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ എപ്പോഴും ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇനി ഇവിടെ നേരെ വെള്ളച്ചാട്ടം കാണാൻ പോവാം. വെള്ളച്ചാട്ടത്തിൽ പോയിട്ട് നമുക്ക് ഫോട്ടോസുകളൊക്കെ എടുക്കാനുള്ളതാണ്. ഇപ്പം എടുക്കാനില്ല, അടുത്ത എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇന്നിപ്പോൾ എടുക്കണ്ടാണ് എൻ്റെ ഒരു ഇത്. കാരണം ഈ ക്യാമറയിൽ കുറെ ഫോട്ടോസും വീഡിയോസ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അണ്ണാ ചീത്ത പറഞ്ഞ് ഓടിക്കുമെന്നാണ് എൻ്റെ ഡൗട്ട്. ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമെന്ന് തന്നെ ഡൗട്ടാണ്. അങ്ങനെ വെച്ചാൽ ഈ വീഡിയോയുടെ ലെങ്ത് ഒക്കെ കൂടിയാൽ ഈ അപ്ലോഡ് ചെയ്യാനൊക്കെ ഭയങ്കര ടൈം എടുക്കും. അല്ലെങ്കിൽ ടൈം വേസ്റ്റ് ചെയ്യണ അത്ര ഇഷ്ടമല്ല. എന്നാലും 10 മിനിറ്റ് ഒക്കെ എങ്കിൽ ഓക്കെയാണ്. അതൊക്കെ 2, 3, 4, 5 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും റെഡി ആവുമെന്നാണ് തോന്നുന്നത്. ഞാൻ ഇതുവരെ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടില്ല, കാരണം എനിക്ക് തരില്ല. ഞാൻ ഇടയ്ക്കിട്ടൊക്കെ തരുള്ളൂ. ഇടയ്ക്കിട്ട് എൻ്റെ അടുത്ത് അപ്ലോഡ് ചെയ്യാൻ പറയും. എന്നാൽ ചിലപ്പോൾ ബിസൊക്കെ എനിക്ക് ചിലപ്പോൾ കമ്പനിയിൽ ഫ്രീ ആകുമ്പോഴൊക്കെ ഇങ്ങനെ ഓരോന്നെടുത്ത് അപ്ലോഡ് ചെയ്യുന്നത്. അതായത് ഇപ്പം തന്നെ ലെങ്ത് കൂടി ഉണ്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം. എന്ന് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ എല്ലാം ചെയ്തോ. കമൻറ്റ് ബോക്സ് അങ്ങോട്ട് കത്തിച്ചോ. അപ്പോൾ ബൈ ഗൈസ്. പിന്നെ സൗണ്ടിനെ കുറിച്ച് സീൻ വരും.